ലോകത്തിന് ആശ്വാസമായ ഒരു വാർത്ത കൂടി എത്തുന്നു. ഏറ്റവും വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷം, യുദ്ധം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്ന് റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഇപ്പോൾ ഉക്രൈൻ റഷ്യയുടെ പ്രദേശങ്ങൾ കീഴടക്കി അവിടെ സൈനിക പോസ്റ്റ് സ്ഥാപിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വന്നിരുന്നു. ഈ റഷ്യയുടെ പ്രദേശത്ത് 35 കിലോമീറ്റർ അകത്ത് കയറിയിട്ടാണ് ഉക്രൈൻ അവരുടെ സൈനിക പോസ്റ്റുകളും മറ്റും സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ 2 ആണവ നിലയങ്ങളുണ്ട്. ആണവ നിലയത്തിനടുത്ത് ഈ സൈന്യം നിലയുറപ്പിക്കുന്നത് വലിയ ഭീഷണിയായി ലോകം കാണുകയും ചെയ്യുന്നു. കാരണം റഷ്യയുടെ തിരിച്ചടിയോ ഇല്ലെങ്കിൽ ആണവ നിലയത്തിന് സമീപം തമ്പടിച്ചിരിക്കുന്ന ഉക്രൈൻ സൈന്യത്തിന് വിക്ഷേപിക്കുന്ന ആയുധങ്ങളോ ഏതെങ്കിലും ഒന്ന് വഴിതെറ്റിയാൽ വലിയ ആണവ ദുരന്തം തന്നെ ഉണ്ടാകും. ഇവിടേക്കാണ് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 23-ന് ഉക്രൈനിലെത്തുന്നു. ഉക്രൈൻ പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തുന്നു. ഇത് നേരത്തെ നടത്തിയ ചർച്ചയുടെ തുടർച്ചർച്ച തന്നെയാണ്. ആദ്യം വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു, ഫോണിലായിരുന്നു. അതിനുശേഷം റഷ്യയിൽ പോവുകയുണ്ടായി. അതിനുശേഷം സംസാരം നടന്നിരുന്നു. പിന്നീട് G7 ഉച്ചകോടിയിൽ വെച്ചാണ് സെലൻസ്കിയെ കാണുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. പിന്നീട് ടെലിഫോൺ സംഭാഷണങ്ങളാണ് നടന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഉക്രൈനിലെത്തുന്നു. ഇവിടെ ആദ്യം ഉണ്ടാവുക ഒരു വെടിനിർത്തൽ കരാർ ആയിരിക്കുമെന്നാണ് പുറത്തു വരുന്ന ഒരു വിവരം. കാരണം നമ്മളുടെ ഇന്ത്യയുടെ ഒരു നിലപാട് റഷ്യ സ്വാഗതം ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയിരുന്നു. വെടിയുണ്ടകൾക്കിടയിൽ ചർച്ച നടക്കില്ല, അതുകൊണ്ട് വെടിനിർത്തിയതിനു ശേഷം സമാധാനത്തിന് ചർച്ച ചെയ്യാമെന്നാണ് ഇപ്പോൾ സെലൻസ്കിയുമായി അത്തരത്തിലൊരു കാര്യത്തിൽ ധാരണയായതായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങളും പറയുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ഒരു വെടിനിർത്തൽ ആദ്യം ഉണ്ടാവുകയും പിന്നീട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നൊരു ഫോർമുലയായിരിക്കും. ഇത് നമ്മൾ ഇസ്രായേലിലും അങ്ങനെ തന്നെയാണ്. വെടിനിർത്തൽ ആദ്യം, അതിനുശേഷം കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ്. പക്ഷേ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആരുമാരും ജയിക്കാതെ ആയിരങ്ങൾ മരിച്ചു വീഴുന്ന യുദ്ധത്തിനിടയിലേക്കാണ് ഒരു സമാധാന സന്ദേശവുമായി നമ്മുടെ പ്രധാനമന്ത്രി എത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.